ഹലോ സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അസ്യൂസ് സെൻഫോൺ ഗോ Z00VD ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇതിൻ്റെ സ്പീക്കറിൻ്റെ കംപ്ലയിൻസിനെ കുറിച്ചാണ്. സ്പീക്കറിന് എന്തെല്ലാം കംപ്ലയിൻറ്റ് വരാം, വോയിസ് ലോ സൗണ്ട്, വോയിസ് ഡിസ്റ്റർബൻസ് പ്രോബ്ലംസ്, ഓഡിയോ സൗണ്ട് ഒട്ടും വരാതിരിക്കുക, ഇതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സ്പീക്കറിൻ്റെ കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ഈ സ്പീക്കറിൻ്റെ കാര്യം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സ്പീക്കർ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. ഈ സ്പീക്കർ ലോ സൗണ്ടായിട്ട് കാണിക്കുന്നതും ഇത് ഡിസ്റ്റർബൻസ് ആയിട്ട് കേൾക്കുന്നതും ഇതിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് നിങ്ങൾക്ക് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. കണ്ടിന്യൂറ്റി കാണിക്കും. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു സ്പീക്കർ കറക്റ്റ് ഓംസിലും കറക്റ്റ് സൈസിലും ഉള്ള ഒരു സ്പീക്കർ ഇട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ഏറ്റവും പ്രധാനം ഈ സാധനം കറക്റ്റാണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇതൊരെണ്ണം മാറി തന്നെ നോക്കണം. അത് കഴിഞ്ഞേച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ബോർഡിലേക്ക് വരുവാണെന്നൊരു ഇതിന് 2 കോണ്ടാക്റ്റുകൾ ഇവിടെയാണ് മുട്ടുന്നത്. അപ്പോൾ അവിടെ വല്ല ക്ലാവോ കാര്യങ്ങളോ പിടിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണക്ഷൻ കയറുന്നത് ഇവിടെ 2 ബ്ലാക്ക് കളറിലുള്ള 2 ഡയോഡുകൾ കാണാം. ആ ഡയോഡിന് രണ്ടിലും ഏതിനേലും ഒരെണ്ണത്തിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ആ വോളിയത്തിൻ്റെ സ്പീക്കർ വോളിയത്തിൻ്റെ പ്രശ്നം കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ചുവട്ടിലേക്ക് വരുവാണെങ്കിൽ 3 കപ്പാസിറ്ററാണ് ഇരിക്കുന്നത്. 3 കപ്പാസിറ്ററിൽ ഈ സൈഡിലത്തെ 2 കപ്പാസിറ്ററിൻ്റെ നിങ്ങൾ നോക്കുക. 2 കപ്പാസിറ്ററിൻ്റെ അകത്തെ സൈഡിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. പുറത്തെ സൈഡ് ഗ്രൗണ്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ ലീക്ക് ഉണ്ടെന്നൊരിൽ നിങ്ങൾക്ക് ലോ സൗണ്ട് കാണിക്കും. ചിലപ്പോൾ ഒട്ടും വർക്ക് ചെയ്യാത്ത സംഭവവും കാണിക്കും. ഈ കപ്പാസിറ്ററിൻ്റെ കുഴപ്പവും വരാം. അത് കഴിഞ്ഞേച്ച് പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ 2 ബ്ലാക്ക് കളറിൽ 2 കോയിലുകളാണുള്ളത്. ആ കോയിലുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന് കണ്ടിന്യൂറ്റി കാണിക്കണം. ഇത് കണ്ടിന്യൂറ്റി ഇല്ലെന്നൊരിൽ നിങ്ങൾ അത് ജമ്പർ കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ഫോണിൽ ഈ ഭാഗത്തെ ഈ കമ്പോണൻസ് മൊത്തം വാട്ടർ ഡാമേജിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ ഈ കോയിലിൻ്റെ അതായത് ഈ കണക്ഷനുള്ള കോയിലാണ് ഈ സൈഡിലിരിക്കുന്നത്, ഈ കണക്ഷനുള്ള കോയിലാണ് ഈ സൈഡിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു വസ്തു നിന്ന് നിങ്ങൾക്ക് ജമ്പർ ഇങ്ങോട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇവിടെ ഒരു 7 കമ്പോണൻ്റാണ് ഇരിക്കുന്നത്. 2 ഡയോഡ്, 3 കപ്പാസിറ്റർ, 2 കോയിലുകൾ. അതിൽ 3 കപ്പാസിറ്ററിൽ 2 കപ്പാസിറ്റർ നിങ്ങൾ നോക്കുക. ഈ സൈഡിൽ 2 കപ്പാസിറ്റർ, ഈ 2 ഡയോഡും നോക്കുക. ഈ 2 കോയിലുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുള്ളവരെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.